ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് കാർണേഷൻ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് കാർണേഷൻ ഫ്ലവർ. ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം മുറിച്ച് പെറ്റലിൻ്റെ ഷേപ്പാക്കുക. അതിനുശേഷം ഇത് വെച്ചിട്ട് അടയാളപ്പെടുത്തുക. സാധാരണ നൂലാണ് എടുത്തിരിക്കുന്നത്. 6 ഇഴ ഇട്ടിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കുത്തിയെടുക്കുക. മുകളിലത്തെ നിരയിലെ പെറ്റലാണ് നമ്മൾ തുന്നുന്നത്. അതിനുശേഷം കുത്തിയെടുത്ത് അതേ പോയിന്റിൽ താഴേക്ക് കുത്തിയിറക്കുക. ശേഷം ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക. വീണ്ടും താഴേക്ക് കുത്തി താഴ്ത്തി ഇതുപോലെ മുകളിലേക്ക് പൊക്കിയെടുക്കുക. ഇതുപോലെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ചെയ്ത് നീഡിൽ ഈ സൈഡിൽ കുത്തിയിറക്കുക. അതിനുശേഷം വീണ്ടും മുകളിൽ കുത്തി എടുക്കുക. ഇതുപോലെ ഒന്നാമത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത ലൈനിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. മൂന്നാമത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചു. നാലാമത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ വലിച്ചെടുത്ത് അതിനുശേഷം ഇപ്പോൾ വലിച്ചെടുത്ത ഇതേ മുകളിലത്തെ ലൈനിൻ്റെ ഉള്ളിൽ കൂടി ഇതുപോലെ തിരിച്ച് വലിച്ചെടുക്കുക. തിരിച്ച് എടുക്കുക. അതിനുശേഷം അടുത്ത ലൈനിൻ്റെ ഉള്ളിൽ കൂടി തിരിച്ച് വലിക്കുക. അതിനുശേഷം അടുത്ത ലൈനിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുക. വലിച്ചെടുക്കുക. ശേഷം ലാസ്റ്റ് ലൈനിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ കുത്തി താഴ്ത്തുക. ഇങ്ങനെയാണ് കാർണേഷൻ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ എൻഡ് ഭാഗം കിട്ടുക. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണിത്. കുറച്ചൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു പെറ്റൽ കൂടി എങ്ങനെ തുന്നുന്നത് നോക്കാം. ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. അതേ സെയിം ഹോളിൽ കൂടി താഴേക്ക് കുത്തി ഇറക്കുക. മുകളിൽ കൂടി വലിച്ച് മുകളിലേക്ക് എടുക്കുക. വീണ്ടും താഴെ കൂടി കുത്തുക. മുകളിലേക്ക് എടുക്കുക. നൂല് ഇതുപോലെ വലിച്ചെടുക്കുക. ഈ എൻഡിലെത്തുമ്പോൾ ഇവിടെ സൂചി താഴേക്ക് കുത്തി ഇറക്കുക. ഇതുപോലെ എല്ലാ പെറ്റൽസും തുന്നിയെടുക്കുക. ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലവറാണ് കിട്ടുക. എല്ലാവരും ഇത് തുന്നി പഠിക്കാൻ ശ്രമിക്കുക.
എല്ലാവരും ഇതുപോലെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.